വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം നമ്മൾ അറിയാതെ പോകുന്നു. ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് വലിയ രീതിയിൽ മീഡിയ സംസാരിക്കാത്തത് കൊണ്ട്, സോഷ്യൽ മീഡിയ സംസാരിക്കാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നം നമുക്കുള്ളിൽ തന്നെ ക്യാൻസർ പോലെ പടരുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും ഈ ഒരു പ്രശ്നം പടരുകയാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെയും കാണുക. അപ്പോൾ മനസ്സിലാകും ഇത് എത്ര വലിയ പ്രശ്നമാണെന്ന്. കേരളം തിരുവനന്തപുരത്തുള്ള തൃക്കണ്ണാപുരത്തുള്ള 18 വയസ്സുള്ള ആദിത്യ എന്ന പെൺകുട്ടി +2 വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങി. ഈ റീൽസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ഹിറ്റ് ആവുകയും അവൾക്ക് ഫോളോവേഴ്സും അധികമാകാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് വരെയും 80,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജൂൺ മാസം 10-ാം തീയതി അവളുടെ വീട്ടിൽ തന്നെ അവൾ ആത്മഹത്യാശ്രമം നടത്തി. അങ്ങനെ അവളുടെ ശാരീരിക നില വളരെ മോശമായി മാറി. ഉടൻ തന്നെ മാതാപിതാക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവളെ കൊണ്ടുപോയി. അടുത്ത ഒരാഴ്ച അവിടെ തീവ്ര ചികിത്സയിലായിരുന്നു, ICUവിലായിരുന്നു. എന്നാൽ ദിവസം കഴിയുന്തോറും അവളുടെ ശാരീരിക നില മോശമാകുന്നതല്ലാതെ യാതൊരുവിധ ഭേദവുമില്ലായിരുന്നു. ജൂൺ മാസം 16-ാം തീയതി അവൾ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആദിത്യയെക്കുറിച്ച് കേരളത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി മരിക്കാനുണ്ടായ കാരണം നമ്മളെല്ലാവരും തന്നെയാണ്. ആദിത്യ മരിച്ചതിന് ശേഷം അവളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. 80,000-ലുണ്ടായിരുന്ന ഫോളോവേഴ്സ് 1.5 ലക്ഷം വരെയും ആകാൻ തുടങ്ങി. അവളുടെ മരണം കഴിഞ്ഞ് ആദ്യമായി വന്നൊരു വാർത്ത അവളെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ഹറാസ് ചെയ്തു. അവളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കമന്റ്സിന് സപ്പോർട്ടായി ഒരുപാട് ലൈക്സും കിട്ടിയിട്ടുണ്ട്. ആളുകൾ ഇത് ചെയ്തത് മാത്രമല്ല, ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നും അവൾക്ക് മോശമായ കമന്റ്സ് വരാൻ തുടങ്ങി. ഈ കമന്റ്സ് ചെയ്തവരെല്ലാമാണ് അവളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഈ ഒരു കേസിന്റെ ആദ്യഘട്ട വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങി. ശരി, അവളെക്കുറിച്ച് എന്തിന് മോശമായി മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി എന്ന് ചോദിച്ചാൽ, ആദിത്യയും ബിനോയ് എന്ന മറ്റൊരു ഇൻഫ്ലുവൻസറും പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് റീൽസ് എല്ലാം പോസ്റ്റ് ചെയ്തു. ബിനോയും ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. അവനും ഏകദേശം 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളതായി പറയുന്നു. ബിനോയ്ക്ക് 21 വയസ്സ്, ആദിത്യയ്ക്ക് 18 വയസ്സ്. രണ്ടുപേരും തുടർന്ന് ഒരുമിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നത് കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ ഫോളോവേഴ്സിനും അറിയാം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന്. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ആദിത്യ അവളുടെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാതാപിതാക്കൾ ആ സമയം പറഞ്ഞത്, നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, പഠിക്കുന്ന പ്രായമാണ്, നീ ഇപ്പോൾ +2 മാത്രമാണ് പഠിക്കുന്നത്, ആദ്യം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് ആദിത്യയ്ക്കും ബിനോയ്ക്കും ഇടയിലുള്ള ആ ഒരു പ്രണയബന്ധം വേർപിരിയുകയാണ്. അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രണ്ടുപേരും ബ്രേക്കപ്പ് ആയതിനു ശേഷം ബിനോയെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് ആദിത്യയെക്കുറിച്ച് വളരെ മോശമായി അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കമന്റ് ചെയ്യാൻ തുടങ്ങി. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വഴക്ക് പറയാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉപയോഗിച്ചും അതിലൂടെയും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതിലൂടെ അവൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി ആത്മഹത്യ ചെയ്തതായി ഈ ഒരു കേസിന്റെ ആദ്യഘട്ട വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങി. ജൂൺ 16-ാം തീയതി പെൺകുട്ടി മരിച്ചു. ഇപ്പോൾ അവളുടെ അച്ഛൻ ചെയ്തത് പൂജപ്പുര ജയിലിൽ ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്തു. അതും അവളെ പ്രണയിച്ച 21 വയസ്സുള്ള ബിനോയ് എന്ന കുട്ടിയുടെ പേരിലായിരുന്നു കംപ്ലൈന്റ് ചെയ്തത്. അവളെ സെക്ഷൽ അസോൾട്ട് ചെയ്തു, കിഡ്നാപ്പ് ചെയ്തു എന്ന പേരിലൊക്കെ പോക്സോ ആക്ടിൽ കേസ് ഫയൽ ചെയ്തു. ഇങ്ങനെ പല കേസുകൾ അവന്റെ പേരിൽ ഫയൽ ചെയ്യുകയായിരുന്നു. ജൂൺ 18-ാം തീയതി മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അവളുടെ അച്ഛൻ പറഞ്ഞത്, എന്റെ മകൾ വളരെ സ്ട്രോങ് ആയ ഒരു പെൺകുട്ടിയാണ്, അവളെക്കുറിച്ച് എനിക്കറിയാം, അവളെക്കുറിച്ച് വളരെ മോശമായ കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ മകൾ അതിലൊന്നും ഭയപ്പെട്ടതേയില്ല. അവൾ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കമന്റുകൾക്കൊന്നും എൻ്റെ മകൾ ചെവി കൊടുക്കാറേയില്ല. അവളുടെ മരണത്തിന് പുറകിൽ മറ്റെന്തോ കാരണമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും പോലീസ് അത് കണ്ടെത്തണമെന്നും പറഞ്ഞു. എനിക്ക് ബിനോയാണ് സംശയം, അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇപ്പോൾ ആദിത്യയുടെ കൂട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. അവൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സിനെ ഭയക്കാറേയില്ല. അങ്ങനെയുള്ളൊരു ചെറിയ കാരണം കൊണ്ട് മരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവൾ. ഇതിൽ മറ്റെന്തോ കാരണമുണ്ട് എന്ന്. അതിലും അവളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട് പറഞ്ഞത്, അടുത്തിടെ അവൾ +2 എക്സാമിൽ 2 സബ്ജക്റ്റ് ഫെയിലായി. അതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ നന്നായി വഴക്ക് പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, എപ്പോൾ നോക്കിയാലും റീൽസ് ചെയ്ത് നടക്കാൻ പാടില്ല എന്ന് അവൾ വഴക്ക് പറഞ്ഞു. അവൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ പറയുന്നത്, അവൾ പഠിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആകാൻ തുടങ്ങി, പണം സമ്പാദിക്കാൻ തുടങ്ങിയത് അല്പമായാൽ പോലും അത് ഈ പ്രായത്തിൽ അവൾ ചെയ്തത് വലിയ കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെ അവൾ 2 സബ്ജക്റ്റ് ഫെയിലായി. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം അവൾ റീ എക്സാം എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്, ആ ഒരു റീ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് പോലും വന്നു, അതവൾ വാങ്ങിയിട്ട് പോയി. ഇങ്ങനെ പെൺകുട്ടിയുടെ അധ്യാപകർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അവളുടെ അച്ഛൻ പറഞ്ഞത്,
എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം സംഭവം നടന്ന അന്നത്തെ ദിവസം അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അവളുടെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനാൽ എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇതിന് പുറകിൽ എന്തോ ഒരു കാരണമുണ്ട്, അത് കണ്ടുപിടിച്ച് നൽകണമെന്ന് പോലീസിനോട് അവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ ഒരു കേസ് അൺനാച്ചുറൽ ഡെത്ത് ആയിട്ടാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. സൈബർ ക്രൈം പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട്. അവളുടെ മൊബൈലും ബിനോയുടെ മൊബൈലും വാങ്ങി പരിശോധിക്കുന്നുണ്ട്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള സത്യം ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മാത്രമാണ് ഈ ഒരു കേസ്. എന്നാൽ ഈ ഒരു കേസിന് പുറകിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മളൊക്കെ വളരെ സാധാരണമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ പ്രശ്നം. NCBL, നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ, ഇവർ US ഗവൺമെന്റിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നു. ഈ ആർട്ടിക്കിളിന്റെ പേര് ദ എഫക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ടീനേജ്. അതായത് സോഷ്യൽ മീഡിയ കാരണം ടീനേജേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ സ്വഭാവ മാറ്റമാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. 2021 3 വർഷങ്ങൾക്ക് മുൻപ് 420 കോടി ജനങ്ങൾ സോഷ്യൽ മീഡിയയുടെ യൂസേഴ്സായി മാറി. ലോകത്തിലെ മുഴുവൻ പോപ്പുലേഷനിൽ 53% ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ 2023 ആയപ്പോൾ ഇത് 13% ഇൻക്രീസ് ആയി. ഈ ഉപയോഗിക്കുന്നവരിൽ പകുതിയിൽ കൂടുതൽ പേരും 13-നും 19 വയസ്സിനും ഇടയിലുള്ളവരാണ്. അങ്ങനെ ഈ പ്രായത്തിലുള്ളവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ അവരുടെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ഇതാണ് പ്രശ്നം. ഈ സോഷ്യൽ മീഡിയ തന്നെ അവരുടെ സോഷ്യൽ ലൈഫിലെ ഒരു അംഗമായി മാറുന്നതിലൂടെ ടീനേജേഴ്സിന് മെന്റൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ശരി, ഇനി എന്തുകൊണ്ടാണ് ഈ 13-നും 19 വയസ്സിന് അല്ലെങ്കിൽ 19 വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് പല മെന്റൽ ഇഷ്യൂസ് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രായം എന്നതാണ് ഒരു മനുഷ്യന്റെ സെൽഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണ്, ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു, എന്തായി മാറാൻ പോകുന്നു എന്നുള്ള തീരുമാനമെടുക്കുന്നത് ഈ ഒരു പ്രായത്തിലായിരിക്കും. കുഞ്ഞുങ്ങൾക്കും ടീനേജേഴ്സിനും ഒരുപാട് വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാതാപിതാക്കൾ എന്ത് പറയുന്നതും കുഞ്ഞുങ്ങൾ അനുസരിക്കും. എന്നാൽ ടീനേജേഴ്സ് അങ്ങനെയല്ല. ഇവർ അഡൾട്ട്സ് അല്ല. അവരെ കൊണ്ട് ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കില്ല. അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒരു അഡൾട്ടിനെ കൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന തീരുമാനങ്ങളെ, പ്രശ്നങ്ങളെ അംഗീകരിക്കാനും അതിനെ ഫേസ് ചെയ്യാനും സാധിക്കും, ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. പക്ഷേ ടീനേജേഴ്സിന്റെ കാര്യം വരുമ്പോൾ അതേ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ അവർ ഒരുപാട് കഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ലൈഫിൽ ഒരു അംഗമായിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ റിജക്റ്റ് ആവുകയാണെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാകുമെന്നും പറയുന്നു. ചിന്തിച്ചു നോക്കുക, ഒരു നാടിന്റെ ബലം തന്നെ ആ നാടിനുള്ളിലെ യുവാക്കളാണ്. ആ നാടിന്റെ ഭാവി തന്നെ അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവർ തന്നെ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ബേസിക് സർവൈവൽ സ്കിൽസ് എന്താണെന്ന് പോലും അറിയാതെ, പഠിക്കാതെ സോഷ്യൽ മീഡിയ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ഭാവി എന്തായിരിക്കും? ലോകത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെ യുവാക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറുമ്പോൾ അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആകുമ്പോൾ അവർ വളരെ സെൻസിറ്റീവായി മാറും. ഇവിടെ അഡൾട്ട്സ് പോലും സൈബർ ബുള്ളിംഗ് താങ്ങാനാകാതെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഹാൻഡിൽ ചെയ്യാനാകാതെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ടീനേജേഴ്സിന് ഇത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ഇതുവഴി ഈ ടീനേജേഴ്സ് ഇൻഫ്ലുവൻസർ ആകരുത്, അവർ സോഷ്യൽ മീഡിയയുടെ ഭാഗത്ത് തന്നെ കാല് കുത്തരുത് എന്നൊന്നുമല്ല പറയുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അല്പസമയം ചിലവഴിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. പക്ഷേ ഇതിന് പുറകിലുള്ള പല പ്രശ്നങ്ങൾ അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായി മാറും. അങ്ങനെ ഒരു പ്രശ്നം ഈ സമൂഹത്തിലുള്ള പല യുവജനങ്ങളുടെ തലയിലേക്ക് വന്ന് വീഴരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നവർ നിങ്ങൾ ചെറിയ കുട്ടികളാണ് എന്നൊന്നും ചിന്തിച്ചല്ല കമന്റ് ചെയ്യുന്നത്. യൂട്യൂബ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യും. ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഇൻസ്റ്റഗ്രാം അങ്ങനെയല്ല. എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ആ ഒരു കമന്റ്സോ ആ ഒരു സംസാരമോ നിങ്ങൾ മാത്രമല്ല കാണുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ബന്ധുക്കൾ, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ചുറ്റുമുള്ള മുഴുവൻ സമൂഹവും ആ കമന്റ് സെക്ഷൻ കാണും. ആ ഒരു കമന്റിന് 1000 ലൈക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് 10,000 പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണ് എന്ന് ചിന്തിക്കുക. തയ്യാറായതിനു ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഒരു മാസങ്ങൾക്ക് മുൻപ് പോലും ഒരു അമ്മ ആത്മഹത്യ ചെയ്തു. കമന്റ് സെക്ഷനിൽ അവരെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് അവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച് അവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തു. ഇവിടെ ഇത്രയേറെ പേർക്ക് മുൻപിൽ ഒരാളെ നമ്മൾ മോശമായി കമന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കുറ്റബോധം പോലും കമന്റ് ചെയ്യുന്നവർക്ക് കാണില്ല. പ്രധാനമായും ഇൻസ്റ്റാഗ്രാം കമന്റ് സെക്ഷനിൽ വരുന്ന കമന്റ് ചെയ്യുന്ന ആർക്കും തന്നെ കാണില്ല. അതിനെല്ലാം നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഒരുക്കണം. മെന്റലി പ്രിപ്പയർഡ് ആകണം.
വീണ്ടും ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന കമന്റേഴ്സിന് ഉണ്ടാകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.